നോമ്പെടുക്കുന്ന എത്ര പെണ്ണുങ്ങളാണ്, പക്ഷേ വേഷത്തിൽ മാറ്റമില്ല. റഹ്മാനായ റബ്ബിനെ കോപിപ്പിക്കുന്ന വേഷമെടുത്തിട്ട് എന്തിനാ പെങ്ങളെ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിൽ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നത്? കാരണം മുത്തു മുസ്തഫയല്ലേ പറഞ്ഞത്, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത നിലക്കാണ് നമ്മുടെ ഉമ്മപെങ്ങന്മാരും ഭാര്യമാരും നടുറോട്ടിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ, അന്യരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ, ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. തീർന്നില്ല, വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം കാതങ്ങളോളം അപ്പുറം അടിച്ചു വീശുന്ന വലിയ വലിയ സുഗന്ധത്തിന്റെ ആ കേദാരമായ സ്വർഗം, അതിന്റെ പരിമളം പോലും കേൾക്കുന്നിടത്തേക്ക് പെണ്ണിനെ അടുപ്പിക്കൂലെന്ന് വന്നാൽ, വേഷത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉമ്മമാരെ, പെങ്ങന്മാരെ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട്, സഹോദരന്മാരോട് ഞാൻ പറയാണ്, ഇതാ പെരുന്നാളിന് നിങ്ങൾ ഡ്രസ്സ് എടുത്തു കൊടുക്കും, ഇവിടെയുള്ള കുടുംബത്തിനും എടുക്കും, നാട്ടിലുള്ളവർക്കും നിങ്ങൾ എടുക്കും. അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ അള്ളാഹ്ക്ക് കോപമുള്ള വസ്ത്രം ഉടുത്തു കൊടുക്കല്ലേ. അത് ഭാര്യയുടെ ഇഷ്ടമല്ലേ, പെങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊന്നും പറയല്ലേ. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ ഭാര്യയുടെ വേഷം നിന്നോടും ചോദിക്കും, നിന്റെ മകളുടെ വേഷം നിന്നോടും ചോദിക്കും. നിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആരൊക്കെയുണ്ടോ, വകുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി, ഓരോരുത്തരും തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ നല്ലോണം ആലോചിച്ചോ. മോളെങ്ങനെയാ പുറത്തു പോകുന്നത്, ഏത് ഡ്രസ്സാ മോൾ ഉടുക്കുന്നത്? ബാപ്പയായാ പോരാ, ബാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് അതേ ചോരനീരാക്കി അധ്വാനിച്ച് ഡ്രാഫ്റ്റും പണവും അയക്കല് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ പണം വാരുവാനുള്ള ATM മെഷീനുകളായി നമ്മുടെ പ്രവാസികളെ നിങ്ങൾ മാറരുത്. ഇതിനൊക്കെ കണക്ക് തീർക്കേണ്ട ഒരു ലോകം വരുമ്പോ, ഇതേ മോള്, ഇതേ ഭാര്യ, ഇതേ പെണ്ണ് നിന്നെ നോക്കിയിട്ട് പരലോകത്ത് പറയും, എന്നോട് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ, എനിക്ക് തസ്കിയത്ത് തരേണ്ട കാലത്ത് എനിക്ക് തസ്കിയത്ത് തരാതെ എന്നെ വിട്ടേച്ച ബാപ്പയാണിത്. ഒന്നിങ്ങ് കാണിച്ചതാ അല്ലാ, നജഅൽഹുമാ, ഞാൻ അവരെ ആക്കട്ടെ, തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ കീഴെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ. അതേ മനുഷ്യരെല്ലാം അന്നങ്ങനെ കൊതിക്കുന്ന ദിവസമാണ്. ബാപ്പയെ തരാം, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാമോ? ഉമ്മയെ കൊണ്ടുപോയിക്കോ, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാമോ?